മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് തഖാറബുൽ അസ്വാഖ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ലഹാ അസ്റാത്ത് അതിന് ചില അടയാളങ്ങളുണ്ട് തഖാറബുൽ അസ്വാഖ് അങ്ങാടികൾ അടുത്ത് അങ്ങാടികൾ അടുത്ത് വരെന്നുള്ളതിന് രണ്ട് മനുണ്ട്. ഒന്ന് നമ്മൾ ആമൽക്ക് അർത്ഥം വെച്ചാൽ കിട്ടുന്ന പോലെ തന്നെ എവിടെ നോക്കിയാലും അങ്ങാടി. അപ്പൊ അങ്ങനെയല്ലേ? ഒന്നുമില്ലാതെ മുമ്പ് നമ്മളിങ്ങനെ ഒരുപാട് നടന്നാലേ ഒരു ഗ്ലാസ് സർവത്തിനൊരു കടയാണുള്ളൂ. ഇന്ന് എല്ലായിടത്തും ജ്യൂസ്, എല്ലായിടത്തും ഷവായി. കേരളത്തിൽ മൊത്തം നടന്ന ഏറ്റവും കൂടുതൽ ഫ്ലക്സ് കാണുന്ന 3 കാര്യത്തിനാണ്. ഒന്ന് കുഴിമന്തി, എല്ലായിടത്തും ഭയങ്കര അറസ്റ്റാണ്. കുഴിമന്തി ഒന്നത്. 2 മൂലക്കൊരു ഓപ്പറേഷൻ കൂടെ സുഖപ്പെടുത്തുന്നു. കാരണം കോഴി നന്നായിട്ട് അടിച്ചിട്ടുള്ളതാണ്. ഈ കുഴിമന്തി നന്നായിട്ട് കയറ്റിയ പിന്നെ വരുന്നത് മൂലക്കൂരാണ്. അപ്പൊ അതിനൊരു പരസ്യം വേറെ അല്ലേ? പിന്നെ 3ാമത്തെ പരസ്യം ഉള്ളത് ഹജ്ജ് ഉംറ സർവീസ്. ഇത് 3നുള്ള പരസ്യം പോലെ കേരളത്തിൽ വേറെ എന്തിനും ഒന്നിൽ പരസ്യം ഉണ്ടെന്ന് എനിക്കൊന്നുമില്ല. സുബ്ഹാനമഞ്ചല്ല. അപ്പൊ എല്ലായിടത്തും അങ്ങാടികൾ. അതിനങ്ങനെ ഒരു അർത്ഥം എന്നാ അങ്ങനെ അർത്ഥം വെക്കാം. ലോകം മൊത്തം ഒരു അങ്ങാടിയാവും. 2 അർത്ഥം ഇപ്പൊ ശരിയാണ്. 2 അർത്ഥം. ഇനി നോക്കൂ, നമ്മുടെ നാട്ടിൽ സാധനങ്ങൾക്കൊക്കെ വില കയറാൻ പോകണം. കാരണം എന്താ? ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പൊ അങ്ങനെ നിൽക്കണം. അയിമക്കൂടി മറ്റേ ട്രംപ് ഇങ്ങനെ വരുതാനും നിൽക്കുന്നുണ്ട്. ഓൻ എല്ലായിടത്തും ഈ പാര വെക്കുന്ന ആൾ. മുമ്പ് സൗദിയിൽ വന്നിട്ട് കാവ് പിടിച്ച് പോയതിനു ശേഷമാണ് സൗദിയും ഖത്തറും തമ്മിൽ പ്രശ്നമായത്. അവനാണ് എല്ലായിടത്തും ഏർപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹു തആല അവന്റെ നികൃഷ്ട കരങ്ങളിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി മാർക്കറ്റിലേക്ക് എല്ലാത്തിനും വില കൂടി. ലോകം മൊത്തം ഒരു അങ്ങാടിയാവുക, ഒറ്റ വില്ലേജ് ആകുക. അമേരിക്കയിലെ ഒരു സാധനത്തിന് വില കൂടിയാൽ നമ്മുടെ കണ്ണൂരും നമ്മുടെ ഈ നീലേശ്വരത്തുള്ള മാർക്കറ്റിൽ അതിന്റെ അലവലി ഉണ്ടാവുക. മുഹമ്മദ് മുസ്തഫ പുലരണോ അതങ്ങനെ വന്നില്ലേ? നീ കേട്ടോളൂ. തഖാറുബുൽ അസ്വാഖി. പിന്നെ ഒന്ന് തഖാറുബുസ് സമാൻ. കാലം വളരെ അടുത്ത്. എന്നിട്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ ഹബീബ് പറയാണ്, ഒരു കൊല്ലം ഒരു മാസം പോലെ, ഒരു മാസം ഒരാഴ്ച പോലെ, ഒരാഴ്ച ഒരു ദിവസം പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, ഒരു മണിക്കൂർ ഒരു മിനിറ്റ് പോലെ എന്നോണം കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര അനുഭവങ്ങളാ നമുക്ക് അല്ലേ? എത്ര അനുഭവങ്ങളാ. ഈടടുത്ത് ഞാനൊരിക്കൽ വെള്ളിയാഴ്ച പള്ളിയിൽ ഖുതുബക്ക് വേണ്ടി പോയപ്പോ അവിടെ ഒരാൾ വന്നാണ്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടുന്ന് ജുമാനൊന്ന് പിരിച്ചു തരുമെന്ന് വെച്ചു. എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ പിരിച്ചു തരാം. അപ്പൊ ആളിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പിരിച്ചു തരാൻ വേണ്ടി പറയാൻ നല്ല മടിയുണ്ട്. കാരണം ഞാനൊരു 3 കൊല്ലം ഇവിടുന്ന് പിരിച്ചു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു 3 കൊല്ലം നിങ്ങളെ, കാരണം നല്ലൊരു അന്തസ്സുള്ള വലിയ താടിയും തലയെക്കെട്ടുള്ള ഒരു ഉസ്താദാണ്. അങ്ങനെ ഒരാൾ വന്നാൽ കൽബിൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഓർമ്മ. 3 കൊല്ലം മുമ്പ് നിങ്ങൾ പിരിച്ചു പോയിട്ടില്ല, നിങ്ങളൊരു 8 കൊല്ലത്തിന് ഇപ്പുറത്തും വട്ടം പിരിച്ചു പോയിട്ടില്ല. അല്ലല്ലോ ഉസ്താദ്, ഞാൻ 3-4 കൊല്ലം പിരിച്ചു പോയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല. എന്റെ തെളിവ് എന്താ അറിയോ? ഞാൻ അവിടെ പോയിട്ട് 11 കൊല്ലമായി. ഞാൻ ഇല്ലാതെ പിരിച്ചു പോകില്ലല്ലോ. ആ ഉറപ്പിനെ ഞാൻ പറഞ്ഞു. അപ്പൊ ആളിനോട് 4 കൊല്ലം പോയിട്ട് തന്നെ പിരിച്ചു പോയിട്ടുള്ളൂ, നിങ്ങളോട് പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന അന്ന് കണ്ടിരുന്നു? അന്ന് വേറെ കത്തിപ്പാന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 11 കൊല്ലമായിക്കണല്ലോ. അപ്പൊ ഞാൻ കൊല്ലം കണക്കൂട്ടി നോക്കുമ്പോഴോ ഇയാളൊന്ന് പിരിച്ചു പോയിട്ട് 13 കൊല്ലമായിക്കും. പക്ഷെ ആൾക്കാർ 4 കൊല്ലമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ ഹദീസ. നമ്മളൊക്കെ ചില ഗൾഫുകാരോട് ചോദിക്കലുണ്ട് അല്ലേ? ഒരു ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് വന്നാൽ നമ്മളൊന്ന് കൈ ഒടിക്കുമല്ലോ. അങ്ങനെയല്ല, ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ഒരു പോക്കുണ്ട്. പഠിച്ചോനെ, ആ കട്ടിലെ കുപ്പായം പൗഡറും കട്ടിച്ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂളിംഗ് ഒക്കെ വെച്ചിട്ട് പോക്കുണ്ട്. അങ്ങനെ കണ്ടാ പോത്തർക്കൊക്കെ തോന്നുന്നു എന്തെങ്കിലും ഒരു വിസർട്ട് എനിക്കൊന്നാണ് പോയിരുന്നത്. ആ മോനെ, അതാ വരുമ്പോ ഇവിടെ നടക്കുമ്പോ ആദ്യത്തെ റൗണ്ടിൽ മാത്രം. ഈ അവിടെ പോയാൽ ഈ കൂളിംഗ് ഉണ്ടാവില്ല, ഈ പാൻറ്റും ഉണ്ടാവില്ല, ഈ അത്തറും ഉണ്ടാവില്ല, കട്ടിച്ചെരുപ്പ് ഉണ്ടാവില്ല. ഒരു ചെറിയ റൂമിൽ ആട്ടുമുട്ട് കിടക്കണവർ അറ്ററ്റായിട്ട് കട്ടിൽ വെച്ചിട്ട് അതിലിങ്ങനെ മേപ്പിട്ട് നോക്കിയിട്ട് ഫോട്ടോയായിട്ട് ടീച്ചനായിട്ട് കിടക്കാണ് സാധുക്കൾ. അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ നോക്കി പോറ്റാണ്. അവർ അതിന് മദ്രസിൽ പൈസ കൊടുക്കണം, പള്ളിക്ക് പൈസ കൊടുക്കണം, ഉറൂസിന് പൈസ കൊടുക്കണം, പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കണം. അവരെ കഷ്ടപ്പാട് അവിടെ പോയാൽ അങ്ങക്കെല്ലാം അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചില ആൾക്കാര് ഗൾഫിൽ നിന്ന് വരും, നമ്മളൊന്ന് കാണുമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളെ കണ്ട നമ്മൾ ചോദിക്കാം, അല്ല ഇന്നാള് വന്നിട്ട് പോയിട്ടില്ലേ ഉസ്താദ്? അത് പോയിട്ട് പിന്നെ വന്നതല്ലേ. അപ്പൊ ഇന്നാളാ കണ്ടതോ? അതിപ്പോ 1 കൊല്ലം 8 മാസമായില്ലേ?
നമുക്കൊന്ന് കഴിഞ്ഞ 2 മാസം മുമ്പാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്നാണ് ദിനങ്ങൾ കടന്നു പോകുന്നത്. തഖാറുബുസ് സമാൻ വമതറുൽ ലാ നബാത്, മഴയുണ്ടാകും, മഴ പെയ്യും, പക്ഷേ മഴയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകൂല. നബിയുനാ റസൂലുള്ളാഹി, മഴ ഉണ്ടാവും, ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല. എത്ര മഴ ചെയ്തു? പച്ചക്കറി ഉണ്ടോ? നെല്ലുണ്ടോ? നെല്ലുണ്ട്, അരിയുണ്ടോ? അരിയൊക്കെ പ്ലാസ്റ്റിക് അല്ലേ? മഴ ഉണ്ടാത്തോണ്ടാ. ചോറ് വെക്കാൻ വേണ്ടിട്ട് കലത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അരിയിട്ടതാ, പിന്നെ കൊട്ടക്കയിലേറ്റ് കോരി ആദ്യം കിട്ടിയത് പ്ലാസ്റ്റിക് ഉണ്ടോറാ. അടിന്നാണ് അരി പൊന്തുന്നത്. സുബ്ഹാനല്ലാഹ്, മഴ ഉണ്ടാവും, മഴന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ കേട്ടോളൂ, വഅക്ലുർ റിബാ, പലിശ തിന്നുന്ന കാലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പള്ളിയിലേക്ക് വരുന്നവനാണ്, ജമാഅത്തിൽ പങ്കെടുക്കുന്നവനാണ്, പക്ഷേ കാക്കാന്റെ ഏറ്റവും സെറ്റ് വരെയുള്ള സാമ്പത്തിക ക്രയവിക്രയകളോ പലിശയിൽ അധിഷ്ഠിതമാണ്. ലഅനല്ലാഹു ആഖിലഹു വമുഖിലഹു വകാതിബഹു വശാഹിദാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ നീ പലിശയിൽ നിന്ന്, ഹറാമായ സമ്പത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മറ്റൊരു ഹദീസിലുണ്ട്, പണം ഉണ്ടാക്കാനേ ജനങ്ങൾ നോക്കുള്ളൂ, വഴി നോക്കേയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം, കടം വാങ്ങിയ കൊടുക്കാത്ത കാലം. അതും അള്ളാഹു സുബ്ഹാനഹു ഓരോന്നും നമ്പർ ഞാൻ പറയണില്ല, ഒക്കെ ഒന്ന് ഓടിപ്പോണുള്ളൂ, കുറച്ച് പറയണല്ലോ, അതുകൊണ്ടാണ് ഓരോന്ന് നമ്പർ ഇട്ട് പറയണില്ല, ഓടിപ്പോണുള്ളൂ. ഇന്നുണ്ടോ കടം വാങ്ങിയാൽ കൊടുക്കണം എന്ന് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഞാനിപ്പോഴും എന്റെ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. ഒരിക്കലും സ്ഥലത്ത് അതിന് പോണതിന് മുമ്പ് എന്നെ തെരഞ്ഞിട്ട് ആ നാട്ടിലുള്ള ഒരാൾ ഇങ്ങോട്ട് വന്നിക്കണം, എന്റെ നാട്ടിൽ. അപ്പൊ എന്റെ നാട് വാണിനൂരാണ്, അവിടെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ദർശനത്തിന് അവിടെയാണ് ഫാമിലി സഹിതം താമസിക്കുന്നത്. വാണിനൂർ വന്നിട്ട് അന്വേഷിച്ചത്. അപ്പൊ ജേഷന്റെ വീട്ടിൽ കയറിയിട്ട് എന്റെ നമ്പർ വാങ്ങിയിട്ട് വിളിച്ചു, ഉസ്താദെ നിങ്ങൾ വാല് പറഞ്ഞ സ്ഥലത്തെ ആളാണ്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് എന്ന് പറഞ്ഞു. ഞാൻ വാലിന് മുമ്പ് അവിടുന്ന് കണ്ടാൽ പോരെ, കാരണം ഒരു 120 കിലോമീറ്റർ ഉണ്ട് അന്നത്തെ വാല്. സ്ഥലം ഞാൻ പറയാതിരിക്കണം, കാരണം പറഞ്ഞങ്ങൾക്ക് അറിയും, അതുകൊണ്ടാണ്. അപ്പോ ഞാൻ അവിടെ വന്നിട്ട് കണ്ടാ പോരെ, അതിന് മുമ്പ് ഇതിനെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വെച്ചു. അപ്പൊ അയാൾ കരയാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല, എന്താ സംഭവങ്ങൾ പറയുന്നത്. അപ്പൊ എന്നോട് ഇയാൾ പറഞ്ഞെന്താ അറിയാം, എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. അതെ, ഞാൻ 10-40 കൊല്ലം സൗദിയിലായിരുന്നു. എന്റെ 1-2 പെൺകുട്ടികളെയും കെട്ടിച്ചു. മാത്രല്ല ഞാൻ എന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു. അവസാനം ഇനി പ്രായക്കായതല്ലേ, കുട്ടികളെ കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ മരിച്ചിട്ട് അവിടെ തന്നെ കബറിൽ കിടക്കാന്ന മക്കളെ സലാം കിട്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ നാട്ടിൽ വന്നതാണ്. വരുമ്പോ എനിക്ക് എന്റെ 40 കൊല്ലത്തെ അധ്വാനത്തിൽ ബാക്കിയുള്ള ഹലാലായ എന്റെ ചോര നീരാക്കി ഉപ്പ് രസത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്, 10-40-35 ലക്ഷം ഉറുപ്പോളം ഉണ്ടാവും. അത് വെച്ചാണ് തിരിച്ചു വന്നത്. അപ്പൊ ഇയാള് പറയാണ്, മഹല്ല് കമ്മിറ്റിയിലെ മെമ്പറാണ്, ചെറുപ്പകാലത്തെ സ്കൂളും മദ്രസിലും ഇയാളെ കൂടെ പഠിച്ച ആളാണ്, കൂടെ തന്നെ ഉണ്ടായ ആളെ കുടുംബക്കാരനാണ്. ആ നാട്ടിൽ വാങ്ങിക്കൊടുത്ത ആദ്യം പള്ളിയിൽ വന്നിട്ട് 1-ാം സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് ഇത്തികാഫ് നിയത്തിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഇനി വേറെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടല്ലോ. ഇയാൾ തിരിച്ചെന്നപ്പോ ഉറ്റ സുഹൃത്തിനോട് പറഞ്ഞു, ആരോടും പറയാത്ത രഹസ്യം, ഒരു 35 ലക്ഷം എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു, എന്റെ പറമ്പ് വെച്ചോടല്ലപ്പോ എന്റെ പണി, ഞാൻ 35 ലക്ഷം ബാങ്കിൽ ഇട്ടിട്ട് എന്ത് കാര്യമുള്ളത്, ഈ ഒരു കാര്യം ചെയ്യും, കച്ചവടത്തേക്ക് ഇറക്കിക്കോ, ലാഭം അനുസരിച്ചുകൊണ്ട് എനിക്ക് വാങ്ങും ചെയ്യാം, ഗൾഫൊക്കെ ഒഴിവാക്കി വന്നേലേ എന്ന് പറഞ്ഞപ്പോ ഒരു പേപ്പറും എഗ്രിമെന്റും ഒന്നും എഴുതാതെ, പേപ്പേഴ്സ് കൈമാറാതെ, ഇത് പെണ്ണുങ്ങളോടും കൂടി പറയാതെ ഞാൻ 35 ലക്ഷവും ഓനെ എണ്ണി കൊടുത്തു ഉസ്താദേ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, 35 ലക്ഷം എണ്ണി കൊടുത്തു. എന്നിട്ടോ എണ്ണയൊക്കെ കൊടുത്ത് 2-3 മാസമായിട്ട് ലാഭമില്ല, ഒരു വർത്താനമില്ല. അപ്പൊ അങ്ങനെ പള്ളിയേക്കരും പോകുന്നല്ലാതെ വേറെ വർത്താനമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ച് 4 മാസമായപ്പോ അങ്ങോട്ട് ചോദിച്ചു, നമ്മളെ ഇറക്കിയ പൈസക്ക് എന്തായി? അതിലിപ്പോ നിഷേധിക്കണം, അങ്ങനെ പൈസ ഈ തന്നിട്ടില്ല, ഉണ്ടെങ്കിൽ പേപ്പറുണ്ടോ, എഗ്രിമെന്റിന്റെ പേപ്പറുണ്ടോ, എന്താ പ്രൂഫ്? ഉസ്താദേ ഞാൻ അങ്ങോട്ട് വീണു ഉസ്താദേ, തല കറങ്ങിയിട്ട്, പൈസ പോയതല്ല. ഇവന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വിശ്വസിക്കുക, അമാനത്ത് പോകുന്ന മുത്തനബി പറഞ്ഞത് ഈ സമാനെ കുറിച്ചല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ തല കറങ്ങിയിട്ട് വീണു ഉസ്താദേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളിനോട് പറഞ്ഞ എന്താരോ, നിങ്ങൾ പ്രസംഗത്തിൽ ഇതൊന്നും നന്നായിട്ട് അടിച്ചു പോകണം. ഞാൻ പറഞ്ഞു പറയാം, എന്റെ വിഷയം എന്താന്ന് വെച്ചാൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലാണ്. എങ്ങനെ അയച്ചും സൂട്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമില് ഇയാള് പൈസ കൊടുക്കാതെ മുങ്ങി.
ഇഷ്യേറ്റ് ഒരു ഒലക്കപ്പത്തായ മാതിരി തേച്ചൂട്ടാൻ പറ്റണില്ല. ഈ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ ഇയാള് പൈസ കൊടുക്കാതെ മുങ്ങിയത് നിങ്ങളുടെ ബന്ധം കിട്ടുന്നില്ല. ഞാൻ എങ്ങനെ ഇപ്പൊ ഇത് പറയാം, എങ്ങനെ പറയാതിരിക്കുക? ആ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടിട്ട് ഒന്നും ഉണ്ടായിരുന്ന നമുക്ക് പിന്നെ പ്രസംഗിച്ച് തോന്നൂല. ഇനി പ്രത്യേകിച്ച് എന്റെ സ്വഭാവം അങ്ങനെ. പക്ഷെ അതിപ്പോ എങ്ങനെ കൈകാര്യം? ഞാൻ ഇയാളോട് അപ്പ പറഞ്ഞു ഫോണില്, നിങ്ങളിരുന്ന് 35 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് അത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ കപടനുപനാണ്, ഏറ്റവും വലിയ തമ്മാടി. അങ്ങനത്തെ ഒരാളിപ്പോ വാലിനൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ വാലിനില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് വിഷയം മാറ്റിട്ട് ഞാൻ എന്തിനങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് വെച്ചപ്പോ ഇമ്മൻസിനോട് പറഞ്ഞു, ഉസ്താദെ അയാൾ തന്നെയാണ് അധ്യക്ഷൻ. അധ്യക്ഷൻ തന്നെയാണ്. ഞാൻ പോയി നോക്കുമ്പോ ആ കസവിന്റെ നൂലുകൊണ്ടിട്ട് തുന്നിയ ആ തൊപ്പി ഉണ്ടല്ലോ, വെള്ള തൊപ്പി, അതൊക്കെ തലയിലിട്ട് മുമ്പ് ഇങ്ങനെ അധ്യക്ഷനായിട്ടിരിക്കുന്നു. അവനാണ് ഇപ്പൊ ആ 35 ലക്ഷം തിരിച്ചു കൊടുക്കാതെ മുങ്ങി. അമാനത്തില്ലാത്ത കാലമെന്ന് മുഹമ്മദ് മുസ്തഫ. അമാനത്താണ്ട് പോയ എങ്ങനെ ജീവിക്കുക? ബാർബർ ഷാപ്പിൽ മുടിയെട്ടാൻ കയറാൻ പറ്റുമോ? എന്താ അവിടെ നടക്കുന്നത്? നമ്മളാണ്ട് കയറി ഇരുന്ന ഓം വന്നിട്ട് ശീലെടുത്തിട്ട് കഴുത്തിലാണ്ട് മുറുക്കിയിട്ട് ഇവിടെ ഒരു പിന്നുത്തിയിട്ട് കത്തിരി പിടിച്ചിട്ട് ഞാൻ എന്താ വേണ്ടിയെന്ന് നോക്കുന്നു. ഒന്നും ചെയ്യൂല എന്നുള്ള ധൈര്യത്തിലല്ല അവിടെ ഇരിക്കണത്. അമാനത്ത് പോയ ബാർബർ ഷാപ്പിൽ കയറാൻ പറ്റുമോ? നിങ്ങൾ നോക്കാണേ, ചില സ്ഥലത്ത് നമ്മളും അമ്മാനും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്കെൽറ്റാണേ കയറാം. ഓന്റെ വയറാണെങ്കിൽ പഴയ പള്ളിന്റെ മെഹ്റാബിന്റെ വലുപ്പം ഭയങ്കര തടിയനാണേ കയറാം. എന്നിട്ട് മസിലൊക്കെ തുറപ്പിച്ചിട്ട് കത്തിരി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെന്താ വണ്ടി. ഞമ്മക്ക് ഉറപ്പല്ലേ ഓ ഒന്നും ചെയ്യില്ലാന്ന്, അതുകൊണ്ടല്ലേ അവിടെ ഇരിക്കണേ. ഇപ്പൊ ഒന്നും ചെയ്യണ്ടെങ്കിൽ നോക്കി ഇവിടെ ഏതായാലും മുറിക്കണം. ഓനാണെങ്കിൽ ബാക്കിലോ ആ സമയത്ത് ഒരു മുറുക്കി കഴിഞ്ഞാൽ കത്തി വേണോ? ഏതായാലും മുറുക്കിട്ടല്ല ഉള്ളത്. നമ്മള് വർത്താനം പറയണ എങ്ങനെ അട്ടന്റെ മുഖത്ത് 100 വെച്ചാൽ അതൊന്നും കൂടി പിടിച്ച് മുറിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ പറയണെന്താ, അമാനത്താണ്ട് പോയ ബാർബർ ഷാപ്പിൽ പോയി ഇരിക്കാൻ പറ്റുമോ? പക്ഷെ അത് പോകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമോ? ഒരു ബസ്സിൽ കയറാൻ പറ്റുമോ? ബസ്സിൽ ഡ്രൈവർ സ്റ്റാറിംഗ് പിടിച്ചിരിക്കുക. നമ്മൾ എന്ത് സുരക്ഷിതമായ അവസ്ഥയിൽ ഇരുന്നിട്ടെന്താ, അയാളൊന്ന് മനസ്സിലെത്തി എല്ലാവരും ജീവൻ പോകൂലേ? ബസ് ഇങ്ങനെ പോകുമ്പോ പുഴയിൽ കാണിച്ച് അടിച്ചാൽ പോരെ? മൂപ്പര് ഏതായാലും പെണ്ണുങ്ങളായിട്ട് പണങ്ങി വരും. ഓനെ ഏതായാലും പെണ്ണുങ്ങളായിട്ട് പണങ്ങി വരും. ഓനെ ആത്മഹത്യക്ക് തീരുമാനിച്ചിട്ട് കുറെ കാലമായി. എന്നിട്ട് ഓനാണ് ബസ്സിലിരിക്കുന്നത്. നമ്മളെ 100 ആൾക്കാരോ അടച്ചോനെ ഓൻ കൊണ്ടേറ്റ് നേരെ ഒരു പുഴയിൽ കണ്ട് ഇറക്കിയാല്. കാരണം ഞാൻ ജമാഅത്തായിട്ട് പണി ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്. 27 ഡിഗ്രി കൂലിയിട്ടാനോ കൂടി പറഞ്ഞാലോ? അടച്ചോനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഓരോന്നിനും കടുപ്പം തന്നെയാണ്. അല്ലാഹുവേ അമാനത്ത് പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. ഇങ്ങോട്ട് നോക്കണം. വയുഅല്ലമു റബ്ബുൽ മാൽ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒറ്റ ഹദീസിന്റെ നമ്പറുകളാ പറയുന്നത്. എവിടെ മുതലാളിമാർക്ക് ഒരു പ്രത്യേക കള്ളുടിയനാ സാസിന്റെ അധ്യക്ഷ. ആളിന്റെ സ്റ്റേജ് കുറച്ച് കുറയുന്ന എനിക്കറിയാം. ഇപ്പൊ എല്ലാവർക്കും വേളുണ്ട്. അതൊട്ട് എന്റെ അടുത്ത് കാണുമ്പോ ഇവിടെ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചില സ്ഥലത്തൊക്കെ നേരിട്ടാണ്. ഞാൻ ഇടടുത്ത് കള്ളുടിക്കെതിരെ അതിശക്തമായിട്ട് പ്രസംഗിച്ചു വന്നപ്പോ ഒരു മഹലിന്റെ സെക്രട്ടറി അടുത്ത മഹലിന്റെ സെക്രട്ടറിനെ കുറിച്ചിട്ട് തന്നെ വളരെ നന്നായി. എന്തേന്ന് വെച്ച് ആ പറഞ്ഞ സ്വഭാവമുള്ള സകല മുതൽ മുമ്പ് തന്നെ ഉണ്ടായി. ഞാൻ ചോദിച്ചു എവിടെ മുമ്പിൽ? സ്റ്റേജിൽ നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ടായി. ഞാൻ ചോദിച്ചു ആരെന്ന് വെച്ച്. മഹലിന്റെ ആ പ്രസിഡന്റ് ഇല്ലേ, എന്നും കുടിക്കുന്ന ആളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ എന്താണ് ഈ പ്രസിഡന്റ് ആകുന്നത്? എന്താ മുമ്പിൽ കൊടുത്തിട്ടുന്നത്? കാക്കാന്റെ പോക്കറ്റിൽ കുറച്ച് ചില്ലാനുണ്ടതാണ്, വേറൊന്നും. അത് മറ്റൊരു മുത്തനബി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ. മനുഷ്യൻ ബഹുമാനിക്കപ്പെടും അവന്റെ തഖ്വയോ അവന്റെ കറാമത്തോ ഒന്നും പരിഗണിച്ചിട്ടല്ല. ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ കാക്കാന്റെ ഒന്ന് ഷെറ് വരുന്നു പോയിച്ചിട്ട്. നമ്മളിപ്പോ അങ്ങനൊക്കെ നീച്ചിട്ട് കൈ പിടിച്ച് കുറഞ്ഞാലേ ഒപ്പിട്ടുള്ളൂ എന്നുള്ളത്. നമ്മൾ കാണോട്ട് വെച്ചിട്ട് നീച്ചിട്ട് കുരുവല്ലോടോ കുരുവോന്ന് വിളിച്ചോ, കുരുവോ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ എങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താലേ ഞാൻ അടുത്ത് ഒപ്പിട്ടുള്ളൂ.
ഷെറ് പേടിച്ചിട്ട് ഞാൻ ഒരിക്കലും സ്ഥലത്ത് വളരുമ്പോഴേ ഞാൻ ഈ ചരിത്രം പറയുമ്പോൾ ഇവിടെ ഇപ്പൊ എന്റെ വിഷയം ഏതാണ്ട് ചരിത്രം പറയാതിരിക്കാണ്. ചരിത്രം പറയുമ്പോൾ പൊതുവെ കണ്ണടച്ചിട്ടാ പറയും. ഇടയ്ക്ക് ഇങ്ങനെ കണ്ണുറക്കാം. ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ ചരിത്രം പറയണം. നോക്കുമ്പോ എല്ലാവരും നീച്ചപ്പോ അവിടെ പ്രഗത്ഭന ഒരു സെയ്ത് ഓർമ്മശിനെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഉദ്ഘാടനം. അപ്പൊ തങ്ങൾ എത്തിരിക്കുക അടിയിൽ കയറിയിരിക്കുന്നു. എല്ലാവരും നീച്ചപ്പോ ഞാൻ തക്ബീർ അല്ലാതെ പുറപ്പാടുന്നു. എന്നോട് പിന്നെ അധ്യക്ഷൻ പറഞ്ഞ തെക്കറല്ല ആൾക്കാരൊക്കെ എന്തിനാ നീച്ചിക്കണം. ഇത് ദജ്ജാൽ അബ്ദുറഹ്മാനെ കണ്ടിട്ടാണ്. ആ നാട്ടിലെ അബ്ദുറഹ്മാൻ ഓന്റെ പേരെന്നെ ദജ്ജാല്, കുട്ടികളുടെ പേരാ. അപ്പൊ ഓനെ കണ്ടിട്ടാണ് ബാക്കിൽ നിന്ന് എല്ലാവരും നീച്ചത്. കാരണം എന്താ, ഓൻ ഭയങ്കര ഗുസ്തിക്കാരനാണ്, ഭയങ്കര അലമ്പാണ്, ഭയങ്കര തല്ലേരനാണ്, മരണം പേടില്ലാത്ത ആളാണ്. അപ്പൊ അങ്ങനൊക്കെ ഒന്ന് നീച്ചിന്നാലേ ഓന്റെ അടുത്ത് വലിയ സഹായങ്ങൾ ഇറക്കി. ആരെങ്കിലും ഒന്ന് പോയി ചവിട്ടി തല്ലാൻ പറഞ്ഞപ്പോ പോണെങ്കിൽ ഒന്ന് നീച്ചെന്ന് കൊടുക്കാം. നമ്മളവരോട് അബ്ദുറഹ്മാനെ ഒന്നെ കളിയേക്കണമെന്ന് പോയിട്ടാണ്ട് ഒതുക്കുന്ന പോയിട്ട് തല്ലുവാനെ അതിനിപ്പൊ കണ്ട നീച്ചിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉക്രിമർറജുലു മഖാഫത ശദിഹി നബിയുനാ റസൂലുള്ളാഹി. കേട്ടോളൂ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ യജ്തമിഅ അഹ്ലുൽ ബൈത്തി അലൽ ഇനാഇൽ വാഹിദി വയഅലമൂ കാഫിറ മുഅ്മിനഹും വകാഫിറഹു നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമു സ്സാഅ, ഞാൻ കുറച്ച് അടയാളങ്ങൾ പറഞ്ഞുതരാം. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ യജ്തമിഅ അഹ്ലുൽ ബൈത്തി അലൽ ഇനാഇൽ വാഹിദ്, വീട്ടുകാരെല്ലാരും കൂടി ഒറ്റ മേശന്റെ ചുറ്റുഭാഗം ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. ബാപ്പാന്റെ നേതൃത്വത്തിൽ. ഇവർക്കറിയാം മുഅ്മിനഹും വകാഫിറും, ഈ കൂട്ടത്തിൽ മുഅ്മിനാരാണ് കാഫിറാന്ന് അറിയാം. അക്കോളത്തിൽ ഒറ്റപ്പൊരയിൽ ഒറ്റ ടേബിളിന് ചുറ്റുഭാഗത്തിൽ ഒറ്റ പ്ലേറ്റിൽ കൈയിട്ടിട്ട് ഭക്ഷണം കഴിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ ജില്ലയിലും ഇതിന് ഉദാഹരണം ഞാൻ കാണിച്ചു. പ്രത്യേകിച്ച് എന്റെ മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. ഇന്നുമുണ്ട് ഒരേ വീട്ടിൽ രാത്രി എണീറ്റിട്ട് പത്രമൊക്കെ നിസ്കരിക്കുന്ന ഒരു വാപ്പ. ആ വാപ്പ ഉറങ്ങണ അതേ റൂമിന്റെ 2 റൂം അപ്പുറത്ത് കിടക്കുന്ന ഒരു കുട്ടി കാഫിറാണ്. കാരണം അവന്റെ പണി അള്ളല്ല എന്ന് പറഞ്ഞു. രണ്ടാൾ ഒരേ ഭാഗത്തിരുന്നിട്ട് അപ്പുറം ഇരുന്നിട്ടാണ് ഭക്ഷണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാഫിറാവുള്ള പല സ്വഭാവങ്ങളും നമ്മളെ മക്കളെടുത്തുണ്ടാവും. അവരൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കുഫ്രിയത്ത് തിരുത്താൻ വാപ്പാക്കും കഴിഞ്ഞിട്ടില്ല. ചോറുണ്ടാക്കി കൊടുക്കാനേ ഉമ്മാക്കും വാപ്പാക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കൂടി ഞാൻ പറയാം കൂട്ടത്തിൽ. വാപ്പാരെ ഉണ്ടാക്കിയിട്ടോണ്ട് വാപ്പാവൂല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുന്നത്, വാപ്പ കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയായി. പിന്നെ തെർബിയത്തില്ല. അതുകൊണ്ടാണ് മയ്യത്ത് കെട്ടിൽ പുതിയാപ്പിള വരുന്നത്. വരൂല. തെർബിയത്തുള്ള വാപ്പാന്റെ ഒരു മോൻ അത് ചെയ്യൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മയ്യത്ത് കെട്ടിൽ പുതിയാപ്പിള, കുറുക്കം മൂടിയിട്ട പുതിയാപ്പിള. ഞങ്ങളെ നാട്ടിലെ ഒരു പുതിയാപ്പിള കുറുക്കന്നെ മൂടിയിട്ടിട്ടാണ് പുതിയാപ്പിള. ഇപ്പൊ കല്യാണത്തിന് പുതിയാപ്പിള പോണേനെ എങ്ങനെ ബദർ കാബൂജായിൽ പോകണം. പെണ്ണിറങ്ങണതോ പൂരത്തിന് ആന ഇറങ്ങണം. ഇതൊക്കെ നിസ്കാരത്താകുമ്പോഴുള്ള ആൾക്കാരെ പൊരയിന്നാണ് പോയി ഇറങ്ങണതൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉണ്ടാക്കിയിട്ടോണ്ട് വാപ്പാവൂല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ വാപ്പ ഹോട്ടലിലെ പൊറോട്ടക്കാരനാണ്. എത്ര എണ്ണത്തിനാ ഒരു ദിവസം ഉണ്ടാക്കുന്നത്? എത്ര പൊറോട്ട ഉണ്ടാക്കുന്നത്? കുട്ടികൾ ഉണ്ടാക്കുന്നതിനേക്കാളും പണിഞ്ഞ് പൊറോട്ട ഉണ്ടാക്കാൻ ചാമ്പണ്ടേ? കുട്ടികൾ ഉണ്ടാക്കത്ര പണിഞ്ഞല്ലോ, അതിന് ചാമ്പണം. ഇതെടുക്കണം, ഉരുട്ടണം, ചാമ്പണം, എന്നിട്ട് വേർപ്പിങ്ങനെ ഒറ്റുമ്പോ അതും കൂടി ഇതിൽ കൂടി കൂട്ടി അടിച്ചിട്ടാ പൊറോട്ടയ്ക്ക് ടേസ്റ്റ് കൂടുന്നേ. അങ്ങനെ ഒരു ദിവസം 400-500 പൊറോട്ട ഉണ്ടാക്കുന്ന ആളെ എനിക്കറിയാം. അപ്പൊ പെരുമ്പാപ്പയല്ല ഇതാക്കിയിട്ടോണ്ട് വാപ്പ. ആകെ സമാധാനമുള്ള ഉമ്മാക്ക. കാരണം ഞങ്ങൾ പള്ളിയിൽ നിന്ന് കൊയിച്ചടിക്കണില്ല. പള്ളിയിൽ നിന്ന് കൊയിഞ്ഞുകൊണ്ട് ഉമ്മാവെങ്കിൽ കുട്ടും കുറ്റി വലിയ ഉമ്മാവുണ്ട്. എത്ര പുട്ട ഒരു ദിവസം കൊയ്യു വീണു. ഇത് കുറെ ഉണ്ടാക്കണ ആൾക്കാർ. പിന്നെ കുട്ടികളെ തിരിഞ്ഞു നോക്കണില്ല. പിന്നെ കുട്ടികൾ അങ്ങനെ ആനകളെ പോലെ ചവിട്ടി മതിച്ചും പുലികളെ പോലെ കടിച്ചു കീറിയും പാമ്പുകളെ പോലെ വിഷമൂതിയും തേളുകളെ പോലെ കുത്തി നോയിച്ചും പെരിച്ചായകളെ പോലെ ഉറക്കൊഴിച്ചു. പാപ്പാരൊക്കെ പള്ളിയിൽ ഈത്തിക്കാപ്പനീയത്തിൽ ഇങ്ങനെ ഇരിക്കാം. ഓനാണെങ്കിൽ ചുണ്ടിനും വല്ലിനടിയിൽ കഞ്ചാവ് വെച്ചാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഇടിങ്ങിയ പാൻറ് ഇട്ടുകാണ്ട് ബുള്ളറ്റുമ്പോ കയറിയിട്ട് വരി ഇരുത്താം. അറുവരിക്കലും താവളെ ഇരിക്കണം. എന്നിട്ട് ഇങ്ങനെ കറങ്ങാണ്. ഓരോ പ്രവാസികളുടെ നാട്ടിലുള്ള ഭാര്യമാർക്ക് മിസ്സടിച്ചു അജ്ഞാത ഗോൾ. പിന്നെ കുറെ അമ്മായികൾ ഇതിനായിട്ട് കാത്തിട്ടുണ്ട് ഈ കോളൊന്ന് കിട്ടാൻ. ചിന്തിക്കണേ ഉമ്മമാരെ,
ഈ നാട്ടിലുള്ള ഉമ്മമാരെ കുറിച്ച് പറയുകയില്ല, പക്ഷേ ഇത് പലരും കേൾക്കുന്ന പ്രസംഗമായതുകൊണ്ട് പറയുകയാണ്. ഉമ്മമാരെ, ആഖിറസമാനിലെ ചില പെണ്ണുങ്ങളുടെ സ്വഭാവം മുത്തുനബി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ പെടരുത് കേട്ടോ. എന്താണ് പെട്ടാലുള്ള അവസ്ഥ? ആദ്യം ഞാൻ പറയാ. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് പെണ്ണുങ്ങളുടെ ചലച്ചിത്രങ്ങൾ കണ്ട കൂട്ടത്തിൽ ചില പെങ്ങന്മാരെ മുടിക്കെട്ട് പിടിച്ചു തൂക്കിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ച് കരിക്കുകയാ. ചില പെങ്ങന്മാര് സ്തനഭാഗം പിടിച്ചു നീട്ടിയിട്ട് നരകത്തിലുള്ള ഇരുമ്പിന്റെ കമ്പിയിൽ കൊളുത്തിയിട്ട് കരിക്കുകയാണ്. ചില പെങ്ങന്മാര് നാക്ക് പിടിച്ചു നീട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കുകയാ. സഹയാത്രികനായ ഗൈഡായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇവർ ആരാണ് ജിബ്രീലേ? അപ്പോൾ ജിബ്രീൽ പറഞ്ഞത്, ഉമ്മമാരെ, പെങ്ങന്മാരെ, വളരെ ഗൗരവത്തിൽ ഹൃത്തടത്തിൽ നിങ്ങൾ പതിച്ചു, ഹൃത്തടത്തിൽ നെഞ്ചിലേറ്റിയിട്ട് ഇതിൽ നിന്ന് കാര്യങ്ങൾ ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിവർത്തനത്തിന്റെ പടഹധ്വനി ഹൃദയാന്തരത്തിൽ മുഴങ്ങാതെ ഈ വേദി വിട്ടുപോകല്ലേ. കാരണം ഖിയാമത്ത് നാൾ ഒരു വിളിപ്പാടകലെയാണ്. ചില പെങ്ങന്മാരെ മുടി പിടിച്ച് തൂക്കിയിട്ട് കരിക്കുകയാണ് നരകത്തിലെ തന്തൂരി കോഴി. ഇപ്പൊ ഇറങ്ങണ കോഴൊക്കെ ആ ചിത്രാണ്. തിന്ന ബുക്ക് ഞാനും തിന്നലുണ്ട്. ഞങ്ങൾ കേൾക്കണോ? ശവായി പറഞ്ഞു, ശവായി പറഞ്ഞു. ആയത്തോടട്ടെ, ആയത്തോടട്ടെ. നിങ്ങൾക്ക് നേരം വൈകിയോ? നേരം വൈകിയോ എന്ന് ചോദിക്കാൻ എനിക്കറിയാം, പക്ഷെ അത് സാഹിത്യത്തിൽ അബദ്ധമായതുകൊണ്ടാണ് നേരം വൈകിയോ എന്ന് ചോദിച്ചു. നേരം വൈകിയോ? കേട്ടോളി, നരകത്തിലെ ശവായി കേട്ടോളി. ഓതന أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട കാരങ്കൂസുകൾ കിടന്ന് പെടഞ്ഞ് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നെഞ്ചു പൊട്ടി കെഞ്ചും. അവര് താഴെ ചുണ്ട് കൊക്കിലിന്റെ അടിയിലേക്ക്, മേലെ ചുണ്ട് നെറുന്തലയിലേക്ക്, ഇടയിൽ നിന്ന് നാവ് 10-12 മൈൽസുകൾ നീളും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി കെഞ്ചുമ്പോ പടച്ചോൻ കൊടുക്കുന്ന വെള്ളത്തെ കുറിച്ച് ആ സൂറത്തിൽ പറയുന്നത്. അതൊക്കെ ഇതിൽ പെട്ടു. ഉരുക്കിയ ലോഹം പോലെയുള്ള, ചണ്ടി പോലെയുള്ള, ആസിഡിന്റെ ശേഷിയുള്ള ഒരൈറ്റം വെള്ളമാണ് ആ സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കാം. ഇതിങ്ങനെ കാണുമ്പോ ദാഹിച്ചു വരഞ്ഞ ഒട്ടകം വെള്ളം കണ്ട പാത്രത്തൊക്കെ മോന്ത കുത്തും പോലെ ഇവരിങ്ങോട്ട് കുടിക്കാനുള്ള ആർത്തിയിൽ മുഖാണ്ട് അടുപ്പിച്ചാൽ ഈ മോന്ത അടുപ്പിച്ചവന്റെ മുഖം കണ്ട് ശവായി ആകും എന്ന് ഖുർആൻ. ശവായി ഖുർആനിലുണ്ട്. ശവായി ഖുർആനിലുണ്ട്. പക്ഷെ അവിടെ ശവായാണ്, കോഴിയല്ല, മുഖാൻ. ശവായിയാകും. ലാസിമാ ഫീലാട്ടോ ശവായി ആവുന്ന. ഞാൻ മുത്തത്തിന്റെ അർത്ഥം വെച്ചിട്ട് അപ്പുറം മഫൂലാക്കി, സോറി. മുഖം ശവായിയാകും. മുഖങ്ങൾ ശവായിയാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ ശവായിണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ തന്തൂരിണ്ട്. ഇതാണ് മുടിങ്ങട്ട് പിടിച്ച് തൂക്കിയിട്ട് അടിയിന്ന് തീ കൊളുത്തും പെങ്ങന്മാര് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങൾ കേട്ടോളോ, സ്തനഭാഗം, സ്തനം കണ്ട് പിടിച്ച് നീട്ടും. എന്നിട്ട് ഇരുമ്പുമ്മ കൊളുത്തിട്ട് അടിയിന്ന് തീ കൊളുത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
പെങ്ങന്മാരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ പെണ്ണുങ്ങള് അവരുടെ നാവ് പിടിച്ച് നീട്ടിയിട്ട് നരകത്തിൽ കൊളുത്തിയിട്ട് കരിക്കുകയാണ്. അതേ നരകത്തിലെ തന്തൂരി, നരകത്തിലെ ശവായി, നരകത്തിലെ ഷവർമ്മ. മുസ്ലിം ഉമ്മത്തിൽ തലമറക്കാത്ത നടന്ന ഫാത്തിമയാണ്. അതാ ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലും കുടുംബത്തില് ലൈക്ക് കൊണ്ട് കുടുംബത്തെ ലീക്കാക്കിയിട്ടുള്ള പെണ്ണുങ്ങളില്ലേ. ഇന്ന് ലൈക്ക് പലപ്പോഴും ലീക്കിന് കാരണമാണ്, ഇന്ന് ചാറ്റിങ് ചീറ്റിങ്ങിന് കാരണമാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത പെണ്ണുങ്ങളുടെ മുടിക്കെട്ട് പിടിച്ചു നീട്ടിയിട്ട്, ചുണ്ടുകൾ പിടിച്ചു നീട്ടിയിട്ട്, സ്ഥലങ്ങൾ പിടിച്ചു നീട്ടിയിട്ട്, ഗുഹ്യഭാഗങ്ങൾ പിടിച്ചു കൊളുത്തിയിട്ട്, നാക്കുകൾ പിടിച്ചു നീട്ടിയിട്ട് കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കുമേ. നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പെങ്ങന്മാരെ ഇന്നത്തെ അവസ്ഥ എന്താ? പ്രത്യേകിച്ച് ഞാൻ മാതാവ് ഇത് പറയുമ്പോൾ എല്ലാവരോടും പറയാണ്, നമ്മളെ കൂട്ടത്തില് നമ്മളമ്മ, നമ്മളെ പെങ്ങള്, നമ്മളെ ഭാര്യ, നമ്മുടെ മോള് ഇതിൽ പെടുന്നത് ശ്രദ്ധിക്കാൻ. വീട്ടിലുള്ള ഭർത്താവട്ടെ, വാപ്പാവട്ടെ, പാങ്ങളാവട്ടെ, നമുക്ക് കടമല്ലേ സഹോദരന്മാർ? ഇന്നത്തെ ഒരു അവസ്ഥ എന്താ? എവിടെ എത്തി ഈ മൊബൈൽ കൊണ്ട്? എവിടെ എത്തി ഇപ്പൊ സമൂഹം? എവിടെ എത്തി? ചാടിപ്പോക്ക് എത്രയായി? നല്ല നല്ല കുടുംബത്തിൽ നല്ല വാപ്പാന്റെ മോള് ചാടിപ്പോയില്ലേ. ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കോളി, നിങ്ങളെ മോള് മൊബൈലേറ്റ് ടോയ്ലറ്റ് പോവാണെങ്കിൽ അത് വാങ്ങിച്ചാളി. കാരണം ടോയ്ലറ്റ് പോയിട്ട് മൊബൈലേറ്റ് എന്ത് പണിയുള്ളത്? ആപ്പാക്കും മാക്കും കുറച്ച് ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ ടോയ്ലറ്റ് പോലാണ്. എന്താണ് പണിയെന്ന് ഞാൻ പറഞ്ഞാൽ സാസിൽ ഉദ്ധരിക്കാൻ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നിങ്ങളെ ഭാര്യ, നിങ്ങളെല്ലാരും താഴ്വർഗ, ഇവളെ മാത്രം മേലെ. ഇവൾക്ക് കമ്പ്യൂട്ടർ സൗകര്യം, ഇന്റർനെറ്റ് സൗകര്യം. എന്നിട്ട് ഇവളിങ്ങനെ സ്കൂളത്തെ പഠിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബൾബിട്ടിട്ട് ഇങ്ങനെ രാത്രി 2:30-3 മണി വരെ പഴയ കാലത്ത് ദിക്റല്ല റാബിയത്തുൽ അദവി ഇരുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്കൂളത്തെ പഠിക്കണം അതിന്റെ ഇടയിൽ നടക്കണെന്ന്? തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയാൽ ഈ മഹലിൽ ഏറ്റവും വലിയ വിഡ്ഢി ആ തോന്നിയ വാപ്പയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ പാതിരാവിൽ ഉറക്കൊഴിച്ചിട്ട് എത്ര പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ കുളം തോണ്ടിയത്. എത്ര പെൺകുട്ടികളാണ് കല്യാണത്തിന്റെ തലേന്ന് ചാടിപ്പോയത്. എത്ര കല്യാണ വീടുകളാണ് നിലം പൊട്ടിയത്, പൊട്ടിക്കരഞ്ഞത്. എത്ര കുട്ടികളുടെ പേരിലാണ് നല്ല നല്ല ബിസിനസ്സുകാരായ വാപ്പമാര് മനോരോഗികളായത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിൽ 90% ഈ ചാറ്റിങ്ങിൽ ചീറ്റിപ്പോയതാണ്, ഈ ലൈക്കിൽ ലീക്കായതാണ്. ലൈക്ക് കൊണ്ട് ഫാമിലി ലീക്കാകുമേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനനുസരിച്ച് കുറെ ചെറുപ്പക്കാരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓൽക്കറിയാം ഏതെങ്കിലും പെൺകുട്ടിനെ കയ്യിൽ മൊബൈൽ വന്ന നമ്പർ എത്രയെന്ന് പേർക്കറിയാം. കാരണം അതിലൊരു കറാമത്ത് പേർക്കുണ്ട്. കറാമത്തല്ല, 6-ാം പെർപ്പുണ്ട്. ആ നമ്പർ കണ്ട് വാങ്ങിയ ഇവരും കണ്ട് ഇറങ്ങുകയാണ്. ഒരു ഏശാനേശം മൊബൈലും പിടിച്ചു, അതിനൊപ്പിച്ചൊരു ടൗസർ, അതിനൊപ്പിച്ചൊരു മുടി, അതിനൊപ്പിച്ച് വേറെ കുറച്ച് കൂട്ടാളികൾ. എന്നിട്ട് ഇവരിങ്ങനെ അടിക്കുകയാണ്. ഏതെങ്കിലും ഒരു നമ്പറിൽ കൊളത്തിയാൽ അത് പെണ്ണായാല് ഇവന്റെ ലൈലത്തുൽ ഖദറാണ്. സുബ്ഹിവരെ ഹയാത്താക്കാനുള്ള ദിവസം. നമ്മള് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ റമദാന്റെ അവസാന ദിവസത്തിൽ ഒറ്റയിട്ടരാവാം. ഇവൻ എന്നും ലൈലത്തുൽ ഖദർ. ഉള്ള പെണ്ണുങ്ങളൊക്കെ വല വീശി പിടിക്കുക. സുബ്ഹാന മൻജല്ല. അല്ലാഹു അതിനെ ഒപ്പിച്ചിട്ട് കുറെ മംഗമാരെ പൊരയിൽ ഉറക്കൊഴിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ കുട്ടികളുടെ നമ്പർ കാണാൻ വേണ്ടി. കാരണം ഗൾഫിക്ക് ഭർത്താവാണ്ട് പോയതല്ലേ, അവർക്ക് എല്ലാ സൗകര്യം ഉണ്ട്. അയാൾ ഇനി 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വരുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? പിന്നെ തഖ്വ വേണ്ട പിടിച്ചിക്കാൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ഉമ്മമാരെ സൈഡ് എഫക്ട് കേട്ടോ? നാളെ ചില പെങ്ങന്മാര് സ്തനം മുലഭാഗം പിടിച്ചു നീട്ടിയിട്ട് കരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബി ചോദിച്ചു, ഈ മുലഭാഗം പിടിച്ചു നീട്ടിയിട്ട് കത്തിക്കാളുന്ന നരകത്തിൽ ബീഭത്സകമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണ് ആരാണ്? നബിയേ, വകാനത് തുഫ്സിദു ഫിറാശ സൗജിഹാ. ഭർത്താവിന്റെ വിരിപ്പ് എരപ്പാക്കിയ പെണ്ണാണ് നബിയേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വകാനത് തുഫ്സിദു ഫിറാശ സൗജിഹാ.
പെങ്ങന്മാരൊക്കെ നോട്ട് ചെയ്തോളി. ജിബീൽ ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവിന്റെ വിരിപ്പ് എരപ്പാക്കിയ പെണ്ണാണ് അപ്പെണ്ണെന്ന് മുഹമ്മദ് നബിയോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഭർത്താവ് അബൂദാബിയിലാണ്, ഭർത്താവ് ദുബൈയിലാണ്, ഭർത്താവ് കുവൈറ്റിലാണ്, ഭർത്താവ് ഖത്തറിലാണ്, ഭർത്താവ് ഒമാനിലാണ്, ഭർത്താവ് ബഹ്റൈനിലാണ്, ഭർത്താവ് സൗദിയിലാണ്. കാരണം സൗദിയിൽ നിന്ന് കുറെ കുട്ടികൾ കേൾക്കണ എല്ലാ നാടും കൂടി ആയിക്കോട്ടെ എന്ന് വിരിച്ചിട്ടാണ്. നിങ്ങൾപ്പോ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ, മറ്റവരായിരിക്കും നമ്മളെ പറഞ്ഞില്ല. ഇനിയും കുറെ ഉണ്ട്, എല്ലാം കൂടി എണ്ണി പറഞ്ഞാൽ പിന്നെ വേറെ വിഷയം പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പറഞ്ഞ് നിർത്തിയതുമാണ്. പിന്നെ വിവിധ സ്ഥലങ്ങളിലാണ് ഭർത്താവ്. അവര് പോയത് കെട്ടിയവൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി. ചിലർ അറബിന്റെ വീട്ടില് ആട്ടും തുപ്പും സഹിച്ചിട്ട് അയാളിരുന്നുള്ള ചീത്തയും വക്കാനും കേട്ടിട്ട് നാട്ടിലുള്ള പെണ്ണെ നിനക്ക് വേണ്ടി ഈ കത്തുന്ന ബൾബിന്റെ ബാക്കിൽ അവരെ നെഞ്ചി കത്തുകയാണ്. ഇവിടെ വിളമ്പണ ഓരോ ചോറിന്റെയും ചൂട് അവരുടെ നെഞ്ചിന്റെ ചൂടാണ്. നമ്മളെ മദ്രസയും പള്ളി എത്തിങ്കാനും ഇവിടുത്തെ കുട്ടികളെ കെട്ടിച്ചു പോണതും ആ പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അവര് വേർപ്പിന്റെ ഉപ്പുരസത്തിൽ പിഴിഞ്ഞുണ്ടാക്കി ആറ്റി കാച്ചി കുറുക്കി കൊടുത്താക്കുന്ന പൈസയാണ്. അവർക്ക് ദോരക്കണ്ടേ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും, ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ കൊസിയും കൂട്ടാലും ഇങ്ങനെ തിന്നിട്ട് നിങ്ങൾക്ക് നല്ല നെയ്പ്പാടങ്ങനെയാണ് പൊന്തും. നിങ്ങൾ പാതിരാവിന്റെ ഉള്ളറയില് അമ്മായിമ്മ കിടന്നുറങ്ങാണ്, അമ്മോശം കൂർക്കം വിളിക്കാൻ നിങ്ങളിങ്ങനെ വിളിക്കുക നാട്ടിലുള്ള യുവ കോമളന്മാരെ. ഓ പ്രിയപ്പെട്ട പെണ്ണെ, അള്ളാഹു നിന്നെ വിടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരെ, ഒരു വിഭാഗം പെങ്ങന്മാരെ ഖിയാമത്ത് നാളിൽ വരാനുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുൻ കാസ്നിമത്തിൽ മുഖ്തിൽ മായിലാ يدخلن الجنة ولا يجدن ريحها فإن ريحها ليوجد من مسيرة كذا وكذا. نبينا رسول الله إن التيا ريق السماء يوما إلى أرض الهراء بلغ سلامي روضة فيها النبي المحترم بعدنا أجره من سيفه جيل المصطفى. يا سيدي ارحم لنا، يا سيدي ارحم لنا. കാറ്റേ കാറ്റേ ഹൃദയിലായി സുന്ദര ഒറ്റയ്ക്കുമോ പാപ്പിയമേനി നിന്നൊരു അതിവദനാവത് നിങ്ങളായി ആത്മാവുകൾ നോവുകയാടിനാ യജമാനേ ഫസയ്യനേ യജമാനേ ഫസയ്യനേ. അല്ലാഹ് 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 അല്ലാഹ്. ചില പെണ്ണുങ്ങളുണ്ട്, ചില പെണ്ണുങ്ങളുണ്ട് അവരതാ വസ്ത്രം ധരിച്ചവരാ, പക്ഷേ നഗ്നകളാണ്. കാരണം ഇടുങ്ങിയ വസ്ത്രമാണ്, നൈസായ ബ്ലൗസാണ്. ആ ബ്ലൗസിന്റെ അകത്തുള്ള അവയവങ്ങളുടെ കൃത്യമായ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തു നിൽക്കുന്നവർക്ക് അളന്നു മുറിച്ച് മനസ്സിലാക്കാനുള്ള പരുവത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇന്ന് ബലസുന്ന മംഗമാരെ അന്ന് കാണുന്നു. പുണ്യവാളനായ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുകയാ, ലാ യദ്ഖുലുൽ ജന്ന അലാർ ദിനാർ തനാർ സ്വച്ഛന്ദ പാനിയാർ കളകളാൽ മുഴക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗമില്ലേ, ആ സ്വർഗത്തിൽ ഈ പെണ്ണുങ്ങൾ കയറൂല. വലാ യജിദന റീഹഹാ, സ്വർഗത്ത് കയറൂലെന്ന് മാത്രല്ല, നമ്മള് ബ്രോസ്റ്റിന്റെ വാസന അടുത്തുകൂടി പോകണമെങ്കിൽ മണത്തിട്ട് അവിടെ വണ്ടി എടുത്തിട്ട് കയറിയിട്ട് സാപ്പിടുന്ന ആൾക്കാരുണ്ട് അല്ലേ. ചിലതിനൊക്കെ മണം കുറച്ച് അപ്പുറത്തേക്ക് അടിച്ചു വീശും. സ്വർഗത്തിന്റെ മണം കുറെ ദൂരത്തേക്ക് അടിച്ചു വീശും. 500 കൊല്ലം ദൂരപ്പുറത്തേക്കൊക്കെ സ്വർഗത്തിന്റെ മണം കിട്ടും. പക്ഷേ ആ മണം പോലും ഇവർക്ക് അന്യമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.
പ്രസംഗം നിർത്തുമ്പോൾ എനിക്ക് എൻ്റെ പെങ്ങന്മാരോട് പറയാനുള്ളത്, ആ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്, നമ്മൾ ആരും പെടരുത്, നമ്മളെ പെങ്ങന്മാർ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ പെട്ടെന്ന് 2-3 അടയാളം കൂടി പറയാം, വേളാക്കി പറയില്ലേ, വളരെ പെട്ടെന്ന്. ഞാൻ 11:30 കൂടിയ പ്രസംഗിക്കാം. ഇന്നലെ വേള നിർത്തിയപ്പോൾ 11:30. വേള തുടങ്ങിയപ്പോൾ 10:45. രാവിലെയും വേളുണ്ട്, രാത്രിയും വേളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദീർഘമായിട്ട് ഇവിടെ ഞാൻ ഇവിടെ 10 മിനിറ്റ് നേരത്തെ നിർത്തിയാൽ അതിന് കാരണം നമ്മള് പിന്നെ ട്രെയിന് കുറച്ച് ലേറ്റ് ആയതാണ്. അതിപ്പോ എന്റെയും കുഴപ്പമില്ല, നിങ്ങളെയും കുഴപ്പമില്ല. 2 മണിക്കൂറേ പ്രസംഗിക്കുള്ളൂ, കൂടി എന്നാൽ 2.5 മണിക്കൂർ. ഇന്നിപ്പോ അതിനൊന്നും ഇവിടെ സമയം എടുക്കാൻ വയ്യ. കഷ്ടിച്ച് 2 മണിക്കൂർ ഒപ്പിച്ചിട്ട് ഞാൻ പോകും. ഒന്നാമത് കഫക്കെട്ടും ജലദോഷം പനിയൊക്കെ ഉണ്ട്. പിന്നെ തുടർന്ന് പരിപാടികളാണ്. വൈകാതെ ഈജിപ്തിലൊന്നും പോകുന്നുണ്ടോ, അപ്പൊ കുറെ ഉറപ്പ് വയ്ക്കാതെ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വളരെ പെട്ടെന്ന് നിർത്തുമ്പോൾ 2-3 അടയാളം കൂടി ഞാൻ പറയാം. 1, കത്റത്തു ഫുജിയത്തിൽ മൗത്തി മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോ ഒരു 10-20 അടയാളം എണ്ണി പറഞ്ഞില്ല. ഇതിൽ പേതാ പുലരാത്തത്? നിങ്ങളെങ്ങനെ നിശ്ചയിക്കണം, ഏതാ ഇതിൽ പുലരാത്തത്? ഇപ്പൊ അതൊന്നും കൂടി പറയണം. ജീവിതത്തിൽ മൗത്ത് അധികരിക്കുക. പടച്ചോനെ, ഇതിപ്പോ എന്നും സംഭവമല്ലേ. എന്റെ വേദിയിൽ മംഗലാപുരത്ത് ഒരു സ്ഥലത്ത്, എന്റെ വേദിയിൽ ഞാൻ ഇശാ നിസ്കരിച്ചപ്പോ ഒരാള് എന്റെ കൈ പിടിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഖതീബ് എന്നോട്, ഇത് ഇന്നത്തെ വേദിയിലെ അധ്യക്ഷനാണ്, നിങ്ങളെ ബുക്ക് ചെയ്ത ഹനീഫാന്റെ വാപ്പയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് സ്റ്റേജിൽ വെച്ച് കാണാന്ന്. പിന്നെ എന്റെ വേദി ആ പറഞ്ഞു പോയ മനുഷ്യന്റെ അനുസ്മരണ സമ്മേളനമായിട്ട്. കാരണം അയാൾ എന്റെ കൈ പിടിച്ചിട്ട് പോയി അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ ജുബ്ബെടുത്തത്. അവിടെ ഒരു കുളത്തിൽ പിടിക്കല്, അവിടെ ഇരുന്നു അറ്റ 1 മണിക്കൂർ മുമ്പ് എന്റെ കൈ പിടിച്ച് സംസാരിച്ച മനുഷ്യന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടാണ് പിന്നെ ഞാൻ എന്റെ അനുഭവം. ഈയിടെ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ കോഴിക്കോട് ഭാഗത്ത് എവിടെയാണ്, അപ്പോ സാസ് വരുമ്പോ 2 ആളെ പേരിലാണ് നഗർ. ഒന്ന് അത്തിപ്പറ്റ ഉസ്താദ് നഗർ, അതിന്റെ അടിയിൽ വേറെ ആളെ പേര് എഴുതിച്ചു. ഞാൻ ചോദിച്ചിട്ട് എന്താന്ന് വെച്ചു, എല്ലാരും കൂടി പേര് വെക്കലില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ 2ാമത് എഴുതിയ പേരിന്റെ ഉടമയാണ് നിങ്ങളെ ബുക്ക് ചെയ്തതെന്നാണ്. എന്നെ ബുക്ക് ചെയ്ത മൂപ്പരാണ്, എന്നെ പരിപാടിക്ക് ബുക്ക് ചെയ്ത് മൂപ്പരാണ് കേട്ടോ. പരിപാടിക്കുള്ള ഫണ്ടൊക്കെ ഉറക്കൊഴിച്ച് ഓടി നടന്ന് സംഭരിച്ചതും അയാളാണ്. അത്തിപരിസ്ഥാന്റെ പേരിലാക്കാന്ന് പറഞ്ഞതും അയാളാണ്. പരിപാടിന്റെ 2 ദിവസം മുമ്പ് അയാളെ ഇശാ നിസ്കരിച്ചിട്ട് പോകുമ്പോ സൈലന്റ് അറ്റാക്കിൽ മരിച്ചു. അള്ളാഹു കാരാകുശി എന്നുള്ളൊരു കാതി കണ്ടായിരുന്നു. അയാള് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ പ്രസംഗം യൂട്യൂബിലൊക്കെ ഉണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ മരണത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് പറയുമ്പോ ആ മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന്റെ താട കെട്ടണത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാക്കാണ്ട് സ്റ്റക്കായപ്പോ ആരോ ഒരാൾ ഓടിയിട്ട് വെള്ളം കൊടുക്കാന്നപ്പോഴേക്ക് സ്റ്റേജിൽ കിടന്നിട്ട് കാരാകുശി മരിച്ചു. സ്റ്റേജിൽ ഇരുന്നിട്ട് മരണത്തിന്റെ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷകൻ മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് എത്ര എന്നോട് പറയണ്ടാവും, ഞാൻ ഇവിടെ ഇരുന്ന് തരികയാണെങ്കിൽ. പെടുന്നനെയുള്ള മരണം ഇത് ആദ്യകാലത്തില്ല, ഇതിന്റെ അടുത്ത് ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇത് ഖിയാമത്ത് നാളിലെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ പെട്ടെന്ന് ഒന്നും കൂടി കൂട്ടിച്ചേർക്കണ്ട്. അവസാനം വരുന്ന ആൾക്കാർ ആദ്യ വിഭാഗത്തെ കരിവാരി തീർക്കും. ഓൽക്ക് തിരിയില്ല. തൗഹീദ് ഇപ്പൊ തിരിഞ്ഞതിരിക്കാണ്. ഷാഫിമാവനൊന്നും അത്ര തിരിഞ്ഞിട്ടില്ല എന്നുള്ള ആൾക്ക് പറഞ്ഞിങ്ങനെ പ്രസംഗിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ ഷെയ്ഖ് ജീലാനി ഒന്നുമല്ല. ഞാൻ ഉണ്ടാവുമ്പോ എന്താ ഷെയ്ഖ് ജിഫായി ഷെയ്ഖ് ജിലാനി അതൊക്കെ മനുഷ്യന്മാരല്ലേ. ഓലും മാസൂമിങ്ങളല്ലേ, ഞാനും മാസൂമല്ല. അപ്പൊ ഓലെടുത്ത് അബദ്ധം പറ്റും, ഇന്റെ അടുത്ത് അബദ്ധം പറ്റും. ഓൽക്ക് തിരിഞ്ഞതിനേക്കാളും ഖുർആൻ ഇപ്പൊ ഇരിക്കാ തിരിഞ്ഞിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാതെ അഹങ്കാരം മനുഷ്യന്റെ വായ കൊണ്ട് പറഞ്ഞിട്ട് അതിന് ദീനീ ദഅവത്തിന് പേരിട്ടിട്ട് കുറെ മനുഷ്യന്മാര് പഴയകാല വിഭാഗത്തെ കരിവാരി തേക്കുന്നത് കണ്ടാൽ മനസ്സിലായിക്കോളി, അത് ഖിയാമത്ത് നാളിൽ പുറപ്പെടുന്ന കൗമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊന്നും കൂടി വിശദീകരിച്ചിട്ട് വേറെ ഹദീസിലുണ്ട്. يكون في آخر الزمان الدجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم محمد مصطفى. ഒന്നും കൂടിയാണ് അവസാനം ദജ്ജാലിങ്ങൾ വരാണ്, കദ്ദാബീങ്ങളാ. ആ ബുഖാരി കൊണ്ട് ഉദ്ധരിക്കും. എന്നിട്ട് വരും പെണ്ണുങ്ങൾ സ്ത്രീ ജുമാ ജമാഅത്തിനൊക്കെ പോണം, സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് പ്രോത്സാഹനമാണ്. ഹദീസിൽ അതുണ്ട്, ഇതുണ്ട്. ഹദീസിൽ പലതുണ്ട്. ഹദീസിൽ നായ പോയതുണ്ട്. ഹദീസിൽ ഒരാൾ പള്ളിയിൽ മൂത്രമൊഴിച്ചുകൊണ്ട് ഹദീസിൽ കാണുന്നൊക്കെ നടപ്പിലാക്കാൻ നിൽക്കുക. ഖുർആനിലൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം ഞാനും നീ ഖുർആൻ നേരെ തപ്പണമെന്നല്ല. ഏതുപോലെ കടലിൽ മുത്തുണ്ട്, കടലിൽ പവിഴുണ്ട്, കടലിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മുത്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഈ വാതിൽ കടലിൽ കണ്ടിറങ്ങിയ മുത്ത് പോയിട്ട് മത്തിട്ടുവോ?
മുത്തും കിട്ടൂല മത്തിയും കിട്ടൂല. പിന്നെ എനിക്ക് മൻ റബ്ബുക്കാന്നാണ് കേൾക്കാതെ തന്നെ. വേറൊന്നും ഉണ്ടാവില്ല. കടലില്ലാത്തോണ്ടല്ല, അത് ഇറങ്ങി തപ്പിടുത്ത് എനിക്ക് മേനല്ല എന്ന പോലെ ഖുർആനിലൊക്കെ ഉണ്ട്. പക്ഷെ അത് മദ്ഹബിന്റെ കൊട്ടയിൽ കൈയിട്ടാലേ മുത്തും മത്തിയും കിട്ടുള്ളൂ. അത് അവര് വാരിയിട്ട് കൊട്ടയിലാക്കിച്ചിട്ടില്ല. അവിടെ പോയി എനിക്ക് മത്തി കിട്ടണമെങ്കിൽ കടലിക്ക് പോകല്ലേ, ഞാൻ കൊട്ടന്റെ അവിടേക്ക് പോകല, മാർക്കറ്റ് കൊട്ടയിൽ. അപ്പൊ കൊട്ടയിലുണ്ടാവും കടലത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും. അതിൽ മത്തി ഉണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും, അയക്കുറുണ്ടാവും, ആവലുണ്ടാവും. അവരിന്ന് തൂക്കി വാങ്ങുകയും ചെയ്യാം. സംഗതി കടലിലൊക്കെ ഉണ്ട്, പക്ഷെ അതുവരെ സേവിക്കണം. എന്നപോലെ ഖുർആനിലൊക്കെ ഉണ്ട്, പക്ഷെ അത് മദ്ഹബിന്റെ കൊട്ടയിൽ കൈയിടണം, അപ്പോഴേ കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഖുർആൻ ഇല്ല എന്നല്ല. എന്നും പറഞ്ഞ ഖുർആനാ, എന്നും പറഞ്ഞ ഖുർആനാ. ചിന്തിക്കണേ. പക്ഷെ നേരിട്ടാണ് പറയാൻ. എന്നിട്ട് വേറുള്ളവരൊക്കെ കരിവാരി തേക്കുക. പഴയ കാലത്തുള്ളവർക്കും തൗഹീദ് ഇല്ല എന്ന് പറയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനത്തെ ആളുകൾ വന്നാലും അത് ഏറ്റവും വലിയ ദജ്ജാൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള മിനി ദജ്ജാലുകളാണ് എന്ന് പരിശുദ്ധ റസൂൽ.